ഹലോ ഗായ്സ്, എല്ലാവർക്കും ഈദ് മുബാറക്. അപ്പോൾ ഞങ്ങൾ തലേന്ന് ചിക്കനൊക്കെ കേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിറ്റേന്ന് ഞങ്ങൾ മസാലയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ ഗായ്സ്. ഞങ്ങൾ അങ്ങനെ ഏകദേശം അത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഉള്ളി തക്കാളിയൊക്കെ ഇട്ടിട്ടോ. ഇന്നത്തെ പായസം എന്ന് പറഞ്ഞാൽ സേമിയ പായസം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പായസമാണ് സേമിയം. അങ്ങനെ മസാല ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം റെഡിയായി. പിന്നെ ഞങ്ങൾ രാവിലെ കഴിച്ച ഫുഡ് എന്ന് പറഞ്ഞാൽ ബ്രെഡും അതേപോലെ തന്നെ ആ മസാല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ പായസം റെഡി ആയിട്ടോ. ഇനി ബിരിയാണിക്കുള്ള അരി റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ മുകളിൽ നെയ്യൊക്കെ ഇട്ടു. പിന്നെ എല്ലില്ലാത്ത ചിക്കൻ വെച്ചിട്ട് ഞങ്ങൾ പൊരിച്ചും ചെയ്തു കേട്ടോ. ഏകദേശമൊക്കെ റെഡിയായി സെറ്റായി. ഇനി കുറച്ച് നേരം വെറുതെ ഇരിക്കുകയാണ് ഗൈസ്. കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ പപ്പയും അങ്കളൊക്കെ വീട്ടിലേക്ക് വന്നിരുന്നു. ഓല് വന്ന് കുറേ സംസാരിച്ചു, കുറേ ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തു. പിന്നെ ഫുഡ് കഴിച്ചിട്ടാണ് ഓല് പോയത് കേട്ടോ. അതിന് ടേസ്റ്റ് ഉണ്ട് പറഞ്ഞു, മസാലയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് പറഞ്ഞു. പിന്നെ എൻ്റെ ഉമ്മമാൻ്റെ കൈ ഒടിഞ്ഞും ചെയ്തു കൂടെ കേട്ടോ. അത് വേറെ പ്രശ്നമാണ്. പിന്നെ എൻ്റെ 2 സിസ്റ്റേഴ്സും പുറത്തുനിന്ന് കളിച്ച് വരികയാണ്. ഓലാണെങ്കിൽ എൻ്റെ അങ്കിൾ പപ്പ വന്നത് ഓല് ഇപ്പോഴാണ് അറിയേണ്ടത് തന്നെ. പിന്നെ ഞങ്ങൾ കുറേ ഫോട്ടോസ് വീഡിയോസ് റീൽസൊക്കെ എടുത്തു. ഞാനാണെങ്കിൽ എപ്പോഴും തെറ്റിക്കേണ്ട ഒരാളാണ്, വേറെ കാര്യം. പിന്നെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഫുഡ് 2 ചേച്ചിമാർക്ക് കൊടുത്തിരുന്നു. ഞങ്ങൾ വീടിൻ്റെ അടുത്തത്തെ നെയ്ബേഴ്സിന് ഞങ്ങൾ കൊടുത്തിരുന്നു. 2 ചേച്ചിമാരാട്ടോ. അപ്പോൾ ഓരോട് കുറേ സംസാരിച്ചു. കുറേ ഞങ്ങളുടെ ഡ്രസ്സ് നല്ല രസമുണ്ട് എന്നൊക്കെ പറഞ്ഞു. മൈലാഞ്ചൊക്കെ ഞങ്ങൾ കാണിച്ചു കൊടുത്തിട്ടോ. അങ്ങനെ അവർക്ക് ഞങ്ങൾ ഫുഡ് കൊടുത്തിട്ടോ. ഞാൻ അടുത്ത ചേച്ചീൻ്റെ വീട്ടിൽ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം അടുത്താണ് കേട്ടോ. ഞങ്ങൾ വീടിൻ്റെ അടുത്താണ്. നമുക്ക് നടക്കാനുള്ള ദൂരം തന്നെ ഉള്ളൂ, ദൂരമൊന്നുമില്ല, അത്ര അടുത്താണ് കേട്ടോ. അങ്ങനെ അടുത്ത ചേച്ചീൻ്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഗേറ്റ് തുറന്നു. ഇനി ബെല്ലടിക്കാൻ പോവുക കേട്ടോ. ഈ ചേച്ചി നല്ല കോമഡിയാണ് ആള്, നല്ല കോമഡി ഉള്ള ഒരാളാണ് കേട്ടോ. അങ്ങനെ ചേച്ചി വാതിലൊക്കെ തുറന്നു. പിന്നെ നല്ല രസമുണ്ട് പറഞ്ഞു കേട്ടോ. ഡ്രസ്സാണെങ്കിലും മൈലേഞ്ച് ആണെങ്കിലൊക്കെ രസമുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കുറേ സംസാരിച്ചു കേട്ടോ. ഞങ്ങൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ പടക്കമൊക്കെ ഉണ്ടായിരുന്നു. നല്ല പുട്ടുണ്ട് പടക്കമാണല്ലോ ഏകദേശം ഉള്ളത്. എനിക്കൊക്കെ ഭയങ്കര പേടിയാണ്, നല്ല പേടിയാട്ടോ ഗൈസ്. ഈ കാണുന്നതൊക്കെ നല്ല പുട്ടുണ്ട് പടക്കമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ലേറ്റ് ആയപ്പോൾ ജാംജുമുക്ക് പോയിരുന്നു. റബ്ബേ ഒന്നും പറയണ്ട, നല്ല തിരക്കാണ്. കാരണം പെരുന്നാളല്ലേ, നല്ല തിരക്കാട്ടോ. ഫുള്ള് ബ്ലോക്കും ഒക്കെയാണ്. ഞങ്ങൾ പിന്നെ ഒന്നും വാങ്ങിച്ചിട്ടില്ല. ഞങ്ങൾ ജസ്റ്റ് കാണാനേ പോയത്. പിന്നെ പെരുന്നാളൊക്കെ അല്ലേ, അതുകൊണ്ട് ജസ്റ്റ് അതിലും പോയതാണ്, ഒന്നും വാങ്ങിച്ചിട്ടില്ല. പിന്നെ എന്താ പറയുക, ഉള്ളു കാണാനൊക്കെ നല്ല ഭംഗിയാണ്. പിന്നത്തെ കാര്യം എന്താ വെച്ചാൽ എനിക്ക് ഡോറാ ബുജി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ ഡോറാ ബുജിൻ്റെ ഒരു ഫാനാണ്. പിന്നെ അവിടുന്ന് ഞാൻ ഡോറാ ബുജിൻ്റെ ഒരു ബെമ്മക്കുട്ടി കണ്ടു. എനിക്ക് വാങ്ങണം എന്നുണ്ടായിരുന്നു, പക്ഷെ ഒന്നും വാങ്ങിച്ചിട്ടില്ല. പിന്നെ എൻ്റെ കസിൻ്റെ വീട്ടിൽ പോയിരുന്നു. അവിടുന്ന് കുറേ അടിച്ച് പൊളിച്ചു. സോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ.